നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നെ പ്രണവിന്റെ മുമ്പിൽ ഐശ്വര്യം നടത്തിയിരുന്നത് നല്ല ഒന്നാം തരം അഭിനയമാണ്. ആ കുട്ടിയെ കൊണ്ട് ഞാനിത് ചെയ്യിച്ചത് നിന്റെ ആഗ്രഹം പോലെ ശിവാനി ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാൻ വേണ്ടി മാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നാണം തോന്നുന്നില്ല ഗൗതമന്. പ്രണവിന് മുൻപിൽ ഐശ്വര്യയെ കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു പോലും. എന്തൊരു വിട്ടിത്തോ ഈ പറയുന്നത്. ഇല്ല, ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പോണം, പോയേ പറ്റൂ. എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നോ ഇല്ലയോ? നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. പറഞ്ഞില്ലേ, എനിക്ക് പോയേ പറ്റൂ. ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. കേക്ക് സാർ, എന്താ പ്രശ്നം? ചെല്ലു സാർ, ചെന്ന് സമാധാനിപ്പിക്കും. ഓട്ടോ നിധി അവിടെ നിൽക്കാൻ. നീ ഓട്ടോ പിടിച്ച് എങ്ങോട്ടേ പോകുന്നത്? ഗൗതം വിട്, ഞാൻ ഈ ഓട്ടോയിൽ വീട്ടിൽ പൊയ്ക്കോളാം. നിധി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവത്തെ പോലെ നിങ്ങളെ വിശ്വസിച്ചവളാ ഞാൻ. പക്ഷെ ആ എന്റെ വിശ്വാസത്തെ നിങ്ങളിപ്പോ തകർത്ത് കളഞ്ഞത്. അതിനും വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ ശരിക്കും ഒരു പൊട്ടിയാക്കുമായിരുന്നു. എന്നെ മാത്രമല്ല, പ്രണവിനെ, അമ്മയും, ഒരു കുടുംബത്തെ മുഴുവനും നിങ്ങൾ ചതിച്ചു. വീട് ഗൗതം, എനിക്ക് പോണം. ഇത്രയും വിശ്വാസവഞ്ചന കാണിച്ച ഒരാളുടെ കൂടെ എനിക്ക് ബുദ്ധിമുട്ടാ. പ്ലീസ് എന്നെ വിട്, എനിക്ക് പോണം. നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഞാനാണെങ്കിൽ എനിക്കറിയാം നിന്നെ തിരിച്ചു കൊണ്ടുപോവാൻ. നടക്കിങ്ങോട്ട്. ചേട്ടാ സോറി, വാ വരാനിങ്ങോട്ട്. ഞാൻ ചെയ്തതിന്റെ സതുദ്ദേശം നീ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത് എന്നോട്. കേട്ടിടത്തോളം തൃപ്തിയായി എനിക്ക്. സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിട്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എനിക്ക് ചെയ്തു തരണ്ട. നിധി, പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടി പോരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നേരമായിട്ട് കാണുന്നില്ല രണ്ടുപേരെയും. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തെ? അമ്മന്ന് പോയാൽ ഞാൻ പിന്നെ കഴിച്ചോളാം. എന്ന് വെച്ചാ എപ്പോ? സമയം എത്രയെന്ന് അറിയോ? ഏട്ടനെ അടുത്ത് ഒന്നും കൂടെ വന്നോട്ടെ. അവര് വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അതുകൊള്ളാലോ. ഇന്നെന്തോ ഒരു പുതുമ. അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അതിന് നീ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത്? അവര് പോയിരിക്കുന്ന എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ അമ്മേ. അതിന് ടെൻഷനില്ല ഞാൻ നിൽക്കുന്നത്. അമ്മ പോയിട്ട് അടുക്കള എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്. നിന്റെ കാര്യം? അതെന്താ നിന്റെ കാര്യം? ഒന്നുമില്ല. എടാ പറ, എന്താ പ്രശ്നം? അത് പിന്നെ ഐശ്വര്യമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇനി ആ ബന്ധം നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഏട്ടനെ അടുത്തും കൂടെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ആരോ കാണാൻ പോയിരിക്കുക. ഐശ്വര്യമായിട്ട് എന്താ പ്രശ്നം? അമ്മന്ന് പോയമേ, അതൊക്കെ പിന്നെ പറയാം. ഒന്നാമത്തെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുക. അതിനിടയ്ക്ക് ഓരോ കിന്നാരം ചോദിച്ചോണ്ട് വരുന്നത്. ഐശ്വര്യാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല, അറിയാമോ? പ്രശ്നം എന്താന്നൊന്നും പറയടാ. ഒരു പ്രശ്നമില്ല. അമ്മയും കൊണ്ട് എന്നെ വട്ടാക്കല്ലേ പ്ലീസ്. അവര് വന്നല്ലോ. എന്താ കേട്ടതി? മോളെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എടാ, എന്താടാ നിധി വിഷമിച്ചാണല്ലോ പോയേക്കുന്നേ? എന്താ ഉണ്ടായത്? ഒന്നുമില്ല.
എടാ മോനെ, അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായ ലക്ഷണോ. ശ്ശേ. എന്താ ഉണ്ടായെന്ന് അറിയത്തില്ലല്ലോ. എന്താ നിധി നീ കാണിക്കുന്നത്? നീ എന്ത് ചെയ്യാൻ പോവാ? ഗൗതം പ്ലീസ്, എന്നെ തടയാനൊന്നും നോക്കണ്ട. എനിക്കൊരു 2 ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കണം. മാറി നിൽക്ക്, എന്നാലേ മനസ്സൊന്ന് ശാന്തമാക്കാൻ പറ്റൂ. 2 ദിവസമോ 2 ആഴ്ചയോ നീ വീട്ടിൽ പോയി നിന്നോ, അതിൽ എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷേ ഈ പോക്ക് അത് നടക്കില്ല നിധി. ഇങ്ങനെ പിണങ്ങി പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നിസ്സാര ഷോക്കല്ല എനിക്ക് കിട്ടിയത്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഈ ഷോക്കിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് എനിക്കൊന്ന് മാറി നിന്നേ പറ്റൂ. നിനക്ക് അത്രയ്ക്ക് അങ്ങ് ഷോക്ക് ആവാൻ വേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ചെയ്തത് തെറ്റാണെന്ന് ഗൗതമിന് ഇപ്പോഴും തോന്നുന്നില്ല അല്ലേ? ശിവാനിയെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പെണ്ണിനെ ഇറക്കി നാടകം കളിച്ചിരിക്കുന്നു. ഇത്തരം മണ്ടൻ ഐഡിയ ഒക്കെ ഗൗതമിന് എവിടുന്ന് കിട്ടി? ഇത്തരം ഫോളിഷ്നെസ്സുമായിട്ട് ഇറങ്ങി തിരിക്കുമ്പോ അത് എന്നോടൊന്ന് പറയണമെന്ന് തോന്നിയോ ഗൗതമിന്? ഇല്ലല്ലോ. നിധി പ്ലീസ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. നിധി വേണ്ട, ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക്. ആ ബാഗ് ഇങ്ങോട്ടെടുക്ക്, എനിക്ക് പോണം. നിന്നെ വിടില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്രാണ്. ഇത് വലിയ കഷ്ടമാണ് ഗൗതം. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണോ ഇപ്പൊ? നിന്റെ മനസമാധാനം അപ്പാടെ അങ്ങ് തകർന്നു പോകുന്ന വിധത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രണവിന്റെയും ശിവാനിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഗൗതമിന് എങ്ങനെ മനസ്സ് വരുന്നു? ഒന്ന് ആലോചിച്ചു നോക്ക്. ആ പ്രണവ് ഇതങ്ങനെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ച് ഗൗതം ചിന്തിച്ചോ? സ്വന്തം അനിയന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ വാടകയ്ക്കെടുത്ത് പ്രണയം അഭിനയിക്കാനായി പറഞ്ഞു വിട്ടിരിക്കുന്നു. പുച്ഛം തോന്നുന്നില്ലേ ഗൗതം ഗൗതമിനോട് തന്നെ? സത്യം പറയാലോ, എന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് മുഴുവൻ ഈ ഒരൊറ്റ സംഭവത്തോടെ അപ്പാടെ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങള്? ഓ, ഇത്രയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ ചെയ്തത് ശിവാനിക്കോ പ്രണവിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, നിനക്ക് വേണ്ടിയിട്ടാ.